മാഡം ഗംഭീരായിരിക്കുന്നു. കണ്ണടച്ച് കേട്ട ഗായിക ശ്യാമയുടെ അതേ സ്വരം. ഇതെന്ത് പറ്റി? ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരുന്നവരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ മുഖം വീർത്തിരിക്കുന്ന? ഓ, ഒന്നുമില്ലടോ. ചെറുക്ക, കാര്യം പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എന്നെ കൂടുതൽ പരീക്ഷിക്കരുതെന്ന്. കാര്യം പറഞ്ഞാ താൻ ചിലപ്പോ എന്നെ കളിയാക്കും. അത് കാര്യം കേട്ടിട്ടല്ലേ? ഇന്ന് താൻ ഓഫീസിലെ സ്റ്റാഫുകൾ പറഞ്ഞിട്ട് പാട്ട് പാടിയില്ലേ? ആ, പാടി. അത് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ നന്നായില്ലേ? ആ, നന്നായില്ലേന്ന് ചോദിച്ചാ നന്നായി. പക്ഷേ താൻ ചെയ്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പാട്ട് പാടിയതല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്തു? ഡാൻസ് ചെയ്തോ? അതല്ല. പിന്നെ എടോ, നമ്മൾ വളരെ അടുത്ത് കല്യാണം കഴിഞ്ഞ രണ്ടുപേരല്ലേ, ചെറുപ്പക്കാരല്ലേ. ഒരു പാട്ട് പാടാൻ പറയുമ്പോ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പാട്ടാണോ പാടുന്നത്? ഓ, ഒരു പാട്ട് കേൾക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പാട്ട് കേൾക്കാനല്ലേ താല്പര്യപ്പെടുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം പാടി. പക്ഷെ എനിക്ക് അത്ര തൃപ്തിയായില്ല. തനിക്കൊരു പ്രണയഗാനം പാടിയാലെന്താ? ഓ, അപ്പോ എനിക്കങ്ങനെ പ്രണയം മനസ്സിൽ തോന്നിയില്ല. അതാ കുഴപ്പം. അതെ, അങ്ങനെ സങ്കടമുള്ള പാട്ട് കേട്ടിട്ട് നെഞ്ചില് കല്ല് കയറ്റി വെച്ചമാരുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ഇറങ്ങി പോകുന്നില്ല. നമുക്കേ 2 യൂണിയൻകാരെ വിളിച്ചാലോ, കല്ലിറക്കാൻ വേണ്ടി? ആ സങ്കടം മനസ്സിൽ നിന്ന് പോണെങ്കിൽ എനിക്കൊരു പ്രണയഗാനം കേൾക്കണം ഇപ്പൊ തന്നെ. അത് താൻ പാടി തന്നാ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നോളാം. അങ്ങനെ പ്രണയഗാനം കേട്ട് മോൻ സുഖിക്കണ്ട. ആ കല്ലേ കുറച്ചേരം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്താ സംഭവിക്കുന്ന നമുക്കറിയാലോ. എന്നിട്ട് എന്താ പറ്റുന്നെന്ന് വെച്ചാ ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പോഴേ പാടി റെഡിയാക്കിയനെ. പാടോ. സമയം എന്തായിന്ന വിചാരം? ഈ നേരത്താണോ പാട്ടും കൂത്തും? അല്ലെങ്കിൽ തന്നെ എന്റെ ദേഹത്തിന് പ്രേതം കൂടിയിരിക്കുകയാണെന്ന് അന്വേഷിച്ച് നടക്കുക എല്ലാരും. അതിന്റെ കൂടെ ഇനി പാട്ടും കൂടെ. വേണമെങ്കിലേ ഞാനൊരു വെള്ള സാരിയും കൂടെ എടുത്തെടുക്കാം. വേണോ? ഒരു കാര്യം ചെയ്യും, തൽക്കാലം മോൻ കിടന്നുറങ്ങും.